അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധമായ ഒരു മാസത്തെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. വിശുദ്ധ റമദാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലേറെ പ്രതീക്ഷകൾ നൽകുന്ന, ജീവിതത്തിൽ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധ മാസത്തെ സ്വീകരിക്കാനും അതിലെ നന്മകൾ സ്വന്തമാക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അക്കാദമിക്ക് കീഴിൽ എല്ലാ റമദാനുകളിലും റമദാനിൻ്റെ മുന്നോടിയായി വിശുദ്ധ റമദാനിനെ കുറിച്ചുള്ള ഒരു പഠന കോഴ്സ് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ ക്ലാസ്സിലിരിക്കുന്ന പല ആളുകളും ഇതിൻ്റെ മുൻ വർഷങ്ങളിൽ സംഘടിപ്പിച്ച കോഴ്സുകളിൽ പങ്കെടുത്ത ആളുകളായിരിക്കാം. ഇത്തരമൊരു ഓർമ്മപ്പെടുത്തലുകൾ, ആവർത്തിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നോമ്പിൻ്റെ വിധികൾ, നോമ്പിൻ്റെ മറ്റു മര്യാദകൾ, ഇതെല്ലാം റമദാനിൻ്റെ മുന്നോടിയായി ഒന്നുകൂടെ കേൾക്കാനും മനസ്സിലാക്കാനും വിശ്വാസികൾ ശ്രമിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ റമദാനിൻ്റെ മുന്നോടിയായി ഇത്തരമൊരു പഠന കോഴ്സിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു ക്ലാസ്സിലേക്ക്, പഠന കോഴ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഏതാനും ചില കാര്യങ്ങൾ ആമുഖമായി ഓർമ്മപ്പെടുത്താനുണ്ട്. ഒന്ന്, എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്ലാസ് ഉണ്ടായിരിക്കും. ഏതാനും ക്ലാസ്സുകൾ, 4-5 ക്ലാസ്സുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള സംശയങ്ങൾ, ആ സംശയങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാം, ആ സംശയങ്ങൾ ചോദിക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ എൻ്റെ നമ്പറുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജായി പരമാവധി ടെക്സ്റ്റായി അയക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ടില്ല എങ്കിൽ, ക്ലാസ്സിൽ ചർച്ചയ്ക്ക് വരാത്തതാണ് എങ്കിൽ, നിങ്ങളുടെ സംശയങ്ങൾ നമ്മുടെ ക്ലാസ്സിലെ ചർച്ചകളിൽ വരാത്തതാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് അവസാന ക്ലാസ്സിൽ ആ സംശയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മറുപടി, വിശദീകരണം നൽകുന്ന ഒരു ക്ലാസ് കൂടെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ ആഴ്ചകളിലും 2 ക്ലാസ്സുകളെ അടിസ്ഥാനമാക്കി, ഉദാഹരണത്തിന് ഇന്ന് ക്ലാസ് ഉണ്ട്, നാളെയും ക്ലാസ് ഉണ്ട്, ഈ 2 ക്ലാസ്സുകളെ അടിസ്ഥാനമാക്കി ഒരു ക്ലാസ് പരീക്ഷ നമ്മൾ നടത്തും. ഗൂഗിൾ ഫോമിൽ സാധാരണ എല്ലാവർക്കും അറിയാം, ഒരു ചെറിയ ടെസ്റ്റ് നമ്മൾ നടത്തും. അതോടൊപ്പം തന്നെ എല്ലാ ക്ലാസ്സുകളും അവസാനിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായ ഒരു പരീക്ഷയും നമ്മൾ നടത്തും. ആ പരീക്ഷയിൽ വിജയിക്കുന്ന ആളുകൾക്ക് സർട്ടിഫിക്കറ്റുകൾ നമ്മൾ വിതരണം ചെയ്യും. സമ്മാനങ്ങൾ നൽകാൻ സാധ്യമാകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് സമ്മാനങ്ങളും വിതരണം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഈ സമയത്ത് ലൈവായി ക്ലാസ് കേൾക്കാൻ പറ്റാത്ത പല ആളുകളും ഉണ്ടാകും. അത്തരം ആളുകൾക്ക് വേണ്ടി നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞ് ഒരു 24 മണിക്കൂറിൻ്റെ മുമ്പ് നമ്മുടെ ഗ്രൂപ്പിൽ, തലബുൽ ഇൽമി എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ, അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ, സുഫറഉൽ ഇസ്ലാം TV ചാനൽ എന്ന ചാനലിലൊക്കെ ഈ ക്ലാസ്സിൻ്റെ വീഡിയോ അതേപോലെ തന്നെ ഓഡിയോ നമുക്ക് ലഭ്യമാക്കും. അപ്പോൾ ലൈവായി കേൾക്കാൻ പറ്റാത്ത ആളുകൾക്ക് അതിലൂടെ ക്ലാസ്സുകൾ കേൾക്കാനുള്ള അവസരമുണ്ടാകും.
അതേപോലെ തന്നെ ഇത്തരം ഒരു പഠന ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിലൊരു പേനയും പുസ്തകവും നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ നോമ്പിൻ്റെ വിധികളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്, അതിൻ്റെ അഹ്കാമുകളാണ്. അപ്പോൾ ഒരു പഠന ക്ലാസ്, ഒരു പ്രസംഗമല്ല. അതുകൊണ്ട് തന്നെ ഒരു പേനയും നോട്ട് പുസ്തകവും എല്ലാം എടുത്ത് എഴുതി വെക്കുന്ന ഒരു രീതി നമ്മൾ ആരംഭിക്കണം. നമുക്ക് ലഭിക്കുന്ന അറിവുകൾ രേഖപ്പെടുത്തി വെക്കാൻ ഒരു പുസ്തകം നമ്മുടെയൊക്കെ കൈകളിൽ ഉണ്ടാകണം. അത് അനിവാര്യമാണ്. നമ്മൾ വീട്ടിലിരുന്നാണ് പല ആളുകളും ക്ലാസ് കേൾക്കുന്നത്. ചില ആളുകളൊക്കെ യാത്രയിലുണ്ടാകാം. അത്തരം ആളുകളെ നിർബന്ധിക്കുന്നില്ല. പക്ഷേ വീട്ടിലിരുന്ന് വളരെ സാവധാനത്തിൽ സ്വസ്ഥമായി ക്ലാസ് കേൾക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത്തരം ആളുകൾ ഒരു പേനയും നോട്ട് പുസ്തകവും എല്ലാം എടുത്ത് എഴുതി വെച്ച് ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഈ പഠന കോഴ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം ഞാൻ എൻ്റെ പഠിതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മല്ലാ യുഹിബ്ബുൽ ഇൽമ ലാ ഖൈറ ഫീഹി, മല്ലാ യുഹിബ്ബുൽ ഇൽമ ലാ ഖൈറ ഫീഹി. എന്താണ് അദ്ദേഹത്തിൻ്റെ വാചകത്തിൻ്റെ അർത്ഥം? അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് ഒരു അടിമ മല്ലാ യുഹിബ്ബുൽ ഇൽമ, ഇൽമ് ഇഷ്ടപ്പെടാത്തവൻ, അറിവ് ഇഷ്ടപ്പെടാത്തവൻ, അവനിൽ യാതൊരു ഖൈറുമില്ല എന്നാണ്, ഒരു നന്മയുമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അറിവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാകണം നമ്മൾ, വിജ്ഞാനത്തെ സ്നേഹിക്കുന്ന ആളുകളാകണം നമ്മൾ. ഈ സദസ്സിലിരിക്കുന്ന, ഈ സംവിധാനത്തിലൂടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇൽമിനെ സ്നേഹിക്കുന്നവരാണ്, അതിലെനിക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ സ്നേഹം നിലനിർത്താനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അത് നന്മയുടെ അടയാളമാണ്. മതപരമായ അറിവുകൾ പഠിക്കുക എന്നുള്ളത്, മതപരമായ അറിവുകൾ അന്വേഷിക്കുക എന്നുള്ളത്, അതിനുള്ള അവസരങ്ങൾ തേടുക എന്നുള്ളത് ഒരു നല്ല മനസ്സിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകം എപ്പോഴും നമ്മൾ ഓർക്കണം. അറിവ് ഇഷ്ടപ്പെടാത്തവന്, അറിവിനെ സ്നേഹിക്കാത്തവന് അവനിൽ നന്മയില്ല എന്നാണ്. അതുകൊണ്ട് നന്മയുള്ള മനസ്സിൻ്റെ ഉടമകളാകാൻ, അറിവിനെ സ്നേഹിക്കുന്നവരാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുന്നുണ്ട്, മാ അഫ്ളലു മാ യസ്നഉൽ അബ്ദ്, ഒരു അടിമ ചെയ്യുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞത് ത്വലബുൽ ഇൽം, അറിവ് അന്വേഷിക്കുക എന്നുള്ളതാണ്, വിജ്ഞാനം അന്വേഷിക്കുക എന്നുള്ളതാണ് ഒരു അടിമ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അപ്പോൾ ആ രണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരുടെ രണ്ട് വാചകങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ ഉൾക്കൊള്ളുന്നവരും അംഗീകരിക്കുന്നവരുമാണ്. നമ്മൾ അറിവിനെ സ്നേഹിക്കുന്നവരാണ്, അറിവ് അന്വേഷിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ വാചകങ്ങളെ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ നിലനിർത്താനും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം. മഹാനായ ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ ഒരു ഉപദേശം കൂടെയുണ്ട്. അദ്ദേഹം പറയുന്നത് അവ്വലുൽ ഇൽമി അന്നിയ്യ, അവ്വലുൽ ഇൽമി അന്നിയ്യ, നിയ്യത്ത്. ഇൽമിൽ ആദ്യം വേണ്ട നിയ്യത്താണ്, നല്ല നിയ്യത്ത് ഉണ്ടാവണം. അതേപോലെ തന്നെ സുമ്മൽ ഇസ്തിമാ, പിന്നെ നമ്മൾ നല്ല ശ്രോതാക്കളാകണം, നമ്മൾ കേൾക്കണം, പൂർണ്ണമായി കേൾക്കുന്ന ആളുകളാകണം. അതേപോലെ തന്നെ സുമ്മൽ ഫഹം, പിന്നെ ആ പറയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ ഫഹ്മ് ചെയ്യണം, മനസ്സിലാക്കണം. സുമ്മൽ ഹിഫ്ള്, പിന്നെ നമ്മളത് മനഃപ്പാടമാക്കണം. സുമ്മൽ അമൽ, പിന്നെ അതുകൊണ്ട് നമ്മൾ അമൽ ചെയ്യണം. സുമ്മൻ നശ്ർ, പിന്നെ അത് നമ്മൾ പ്രചരിപ്പിക്കുന്ന ആളുകളാകണം. എത്ര ഭംഗിയുള്ള ഓർഡറാണ്, എത്ര സുന്ദരമായ പ്രയോഗമാണ്. അറിവ് അന്വേഷിക്കുന്ന ആളുകൾ, അറിവ് തേടുന്ന ആളുകൾ, അറിവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ നിയ്യത്ത് നന്നാക്കണം. എന്തിനാ പഠിക്കുന്നത്? ആരെയും തോൽപ്പിക്കാനല്ല, ആരുടെയും മുമ്പിൽ ആളാകാനല്ല, മറിച്ച് നമ്മൾ പഠിക്കുന്നത് പരലോകത്തെ വിജയത്തിന് വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. അതേപോലെ തന്നെ ആ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ല ശ്രോതാവാകണം, നല്ല കേൾവിക്കാരനാകണം. അതേപോലെ തന്നെ അത് മനസ്സിലാക്കണം, അത് ഹിഫ്ളാക്കണം, അത് ജീവിതത്തിൽ കൊണ്ടുവരണം, പ്രാവർത്തികമാക്കണം. എന്നിട്ടാണ് പ്രചരിപ്പിക്കേണ്ടത്. അവിടെ നമ്മൾ അടിവരയിടണം. നമ്മളിൽ പല ആളുകളും ആദ്യം പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ്. ഒരു ഇൽമ് നമുക്ക് ലഭിച്ചാൽ, ഒരറിവ് നമുക്ക് ലഭിച്ചാൽ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറുന്നുണ്ട്. അത് ഷെയർ ചെയ്യേണ്ട എന്നല്ല, അത് തെറ്റാണ് എന്നല്ല, മറിച്ച് അതിനു മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതിന്, ഒന്ന് കേൾക്കാൻ, അതൊന്ന് മനസ്സിലാക്കാൻ, അതൊന്ന് ഹിഫ്ളാക്കാൻ, ഹിഫ്ളാക്കേണ്ടതാണ് എങ്കിൽ ഹിഫ്ളാക്കാൻ, അതുകൊണ്ട് അമല് ചെയ്യാൻ, അതിനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രചാരകരാകേണ്ടത്, എന്നിട്ടാണ് നമ്മളത് പ്രചരിപ്പിക്കുന്ന ആളുകളായി മാറേണ്ടത് എന്ന് വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം കൂടെയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന അഖ്വാമൻ
ഇന്ന അഖ്വാമൻ ഇബ്തഗുൽ ഇബാദത വഅദാഉൽ ഇൽമ. ചില ആളുകൾ, ചില മനുഷ്യന്മാർ അവരെന്ത് ചെയ്തു? അവര് അറിവ് തേടുന്നത് ഒഴിവാക്കിക്കൊണ്ട്, അറിവന്വേഷിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് അവര് ഇബാദത്തുകളിൽ മുഴുകിയെന്നാണ്. അറിവ് തേടുന്നവരെ ഒഴിവാക്കി, എന്നിട്ട് ഇബാദത്തുകളിൽ, ആരാധനകളിൽ അവർ മുഴുകി. എന്താ അവർക്ക് സംഭവിച്ചതെന്നറിയോ? അറിവ് തേടാൻ അവർക്ക് സമയമല്ല. അവർ അറിവ് തേടുന്നത് ഒഴിവാക്കി ആരാധനകളിലാണ് മുഴുകുന്നത്. അതുകൊണ്ട് അവർക്ക് സംഭവിച്ചു ഫഖറജു അലാ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅസിയാഫിഹിം. അങ്ങനെ പിൽക്കാലഘട്ടങ്ങളിൽ അവരെന്ത് ചെയ്തു? അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് നേരെ, മുസ്ലിങ്ങൾക്ക് നേരെ ആയുധമെടുക്കുന്ന ആളുകളായി മാറിയതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അവർ അറിവ് നേടിയിരുന്നുവെങ്കിൽ, ഇൽമ നേടിയിരുന്നുവെങ്കിൽ അവരൊരിക്കലും വാളെടുത്ത് മുസ്ലിം ഉമ്മത്തിന് നേരെ തിരിയുമായിരുന്നില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇബാദത്തുകൾ ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യം എന്തിനുണ്ട്? അറിവ് നേടുന്നതിനുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമ്മളൊരു വിശുദ്ധമായ മാസത്തെ സ്വീകരിക്കാൻ പോവുകയാണ്. പവിത്രമായൊരു മാസത്തെ നമ്മൾ വരവേൽക്കാൻ പോവുകയാണ്. ആ മാസത്തിൻ്റെ മുന്നോടിയായി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ മാസത്തെക്കുറിച്ച്, അതിൻ്റെ പവിത്രതകളെക്കുറിച്ച്, അതിൻ്റെ വിധികളെക്കുറിച്ച് നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ആ മാസത്തെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുക, അതിലെ നന്മകളെ സ്വന്തമാക്കാൻ നമുക്ക് കഴിയുക. മനസ്സിലായല്ലോ? മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ലഖദ് ഗഫല, മനുഷ്യന്മാരിൽ ചില ആളുകൾ, ദുനിയാവിനെ തേടി നടക്കുന്ന ആളുകൾ, ദുനിയാവിലെ ഏറ്റവും നല്ല, ഏറ്റവും വലിയ ആസ്വാദനത്തെക്കുറിച്ച് അശ്രദ്ധയിലാണ്. ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനത്തെക്കുറിച്ച് അശ്രദ്ധയിലാണ്. അപ്പം അദ്ദേഹത്തോട് ചോദിക്കുന്നത്, എന്താണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം? എന്താണ്? അദ്ദേഹം പറയുന്നത് ഷറഫുൽ ഇൽമ് എന്നാണ്. എന്താണ്? അദ്ദേഹം മഹത്വമേറിയ ഇൽമ് സ്വന്തമാക്കലാണ്. നമ്മൾ അങ്ങനത്തെ ഒരു സദസ്സിലാണ്. അള്ളാഹിനെ കുറിച്ച്, അവൻ്റെ പ്രവാചകനെ കുറിച്ച്, അവൻ്റെ ദീനിനെക്കുറിച്ച്, അതിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനമാണിത്. മടിയോടുകൂടെയും അതേപോലെ തന്നെ കിസ്ലാന്മാരായി, മടിയന്മാരായി, ഒരു അലസതയോടുകൂടെയല്ല ഇത്തരം വേദികളിൽ നമ്മൾ ഇരിക്കേണ്ടത്. നമ്മൾ ആത്മാർത്ഥമായി പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാകണം. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അറിവ് നേടുന്ന, അറിവ് അന്വേഷിക്കുന്ന ആളുകൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. റബ്ബി സിദ്നി ഇൽമ, റബ്ബി സിദ്നി ഇൽമ. പടച്ചോനെ, ഉപകാരപ്രദമായ അറിവ് നീ എനിക്ക് വർദ്ധിപ്പിച്ചു തരണം, ഇൽമ നീ എനിക്ക് വർദ്ധിപ്പിച്ചു തരണം. അമ്പിയാക്കളുടെ പ്രാർത്ഥനയാണ്, നബിമാർ നടത്തിയ ദുആയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിലെ ആയത്താണത്, വഖുൽ റബ്ബി സിദ്നി ഇൽമ. ഖുർആൻ അങ്ങനെ പഠിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ പ്രാർത്ഥനയുടെ കൂടെ തന്നെ പരിശ്രമം ആവശ്യമുണ്ട്. പരിശ്രമം ഉണ്ടാവണം. വെറുതെ ഒരാൾക്ക് അറിവുള്ള ആളാകൂല. അയാൾ അധ്വാനിക്കണം, അയാൾ കഷ്ടപ്പെടണം. ചരിത്രത്തിൻ്റെ ഇന്നലകളിലെ പണ്ഡിതന്മാരെടുത്തു നോക്കൂ നിങ്ങൾ, അവരൊക്കെ നന്നായി കഷ്ടപ്പെട്ട ആൾക്കാരാണ്. എങ്ങനെയാണ് ഒരാൾ പ്രസംഗകനാകുന്നത്? എങ്ങനെയാണ് ഒരാൾ ക്ലാസ് എടുക്കുന്ന ആളാകുന്നത്? എങ്ങനെയാണ് ഒരാൾ എഴുത്തുകാരനാകുന്നത്? അതിൽ കഴിവ് ആർജിക്കുന്നത് എങ്ങനെയാണ്? കഠിനമായ പരിശ്രമത്തിലൂടെയാണ്, അധ്വാനത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അധ്വാനിക്കണം, അറിവ് നേടാൻ വേണ്ടി അധ്വാനിക്കണം. നമ്മളോട് ഒരാൾ ഒരു കാര്യം ചോദിച്ചു, മറുപടി പറയണമെങ്കിൽ എന്ത് വേണം? അറിവ് വേണം. അതിനെക്കുറിച്ചൊരു അവഗാഹം ഉണ്ടാകണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇപ്പം നോമ്പിൽ നമ്മളോട് പല ആളുകളും പല സംശയങ്ങളും ചോദിക്കും. സ്വാഭാവികമാണ്. നമ്മൾ ക്ലാസ്സിനൊക്കെ പോകുന്ന ആളുകളാണ്, ദീനൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കി പല ആൾക്കാരും പല ഫത്വകളും ചോദിക്കും. അപ്പോൾ ഫത്വ കൊടുക്കുന്നതിന് മുമ്പ് ആ വിഷയത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വേണ്ട, എങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റുക. വളരെ നിസാരമായ കാര്യങ്ങൾ പോലും മറുപടി പറയാൻ നമ്മളിൽ പലരും അശക്തരാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ആരെയും വിമർശിക്കുന്നതുമല്ല. വളരെ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നത് എന്ത് വേണം? കഠിനമായ പരിശ്രമം വേണം. അറിവന്വേഷിക്കുന്ന മേഖലയിൽ കഠിനമായ പരിശ്രമം വേണം. മനസ്സിലായില്ലേ? മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിലൊരു ചരിത്രമുണ്ട്. സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, ഖദിമ സുഫിയാനു സൗരി അൽ ബസ്റ, അദ്ദേഹം ബസ്റയിലെത്തിയ സമയത്ത് ഫലമ്മ നദറ ഇലാ ഹമ്മാദ് ബിൻ സലമ, ഹമ്മാദ് ബിൻ സലമ എന്ന് പറയുന്ന മഹാപണ്ഡിതനെ അദ്ദേഹം അവിടെ വെച്ച് കണ്ടു. അപ്പോൾ ആ പണ്ഡിതനെ കണ്ട ഉടനെ അദ്ദേഹം ചെന്ന് ചോദിക്കുകയാണ്, ഹദ്ദസനി ഹദീസ അബിൽ ഉഷ്റയുടെ ഹദീത്തിനെ കുറിച്ച്, ഒരു ഹദീത്തിൻ്റെ റാവിയാണ്, ആ ഹദീത്തിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരണം. ആ ഹദീത്ത് ആരൊക്കെ ഉദ്ധരിച്ചത്, ആ ഹദീത്തിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഹമ്മാദ് ബിൻ സലമയോട് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഹദീത്തിൻ്റെ റാവിമാരെയൊക്കെ പറഞ്ഞു കൊടുത്തു. ആ ഹദീത്ത് എങ്ങനെ വന്നത്, അതിൻ്റെ രീതി എന്താണ്, എല്ലാം വിശദീകരിച്ചു കൊടുത്തു.
അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഫലമ്മ ഫറഗ മിനൽ ഹദീഥി അഖ്ബല അലൈഹി സുഫിയാൻ വസല്ലമ അലൈഹി. നമ്മൾ സാധാരണ പഠിച്ചെന്താ, ഒരാളെ കണ്ടാൽ ആദ്യം സലാം പറയണം. ഇവിടെ സലാം പറയുന്നതിന് മുമ്പ് ഈ ഹദീഥിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഈ ഹദീത്ത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു, മഹാപണ്ഡിതനോട് ഹമ്മാദ് ബിൻ സലമയോട് സലാം പറഞ്ഞു, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മന്നൻത, നിങ്ങളാരാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുഫിയാൻ, ഞാൻ സുഫിയാനാണ്, ഞാൻ സുഫിയാനു സൗരിയാണ്. അദ്ദേഹം പരിചയപ്പെടുത്തി. അപ്പോൾ ചോദിച്ചു, എന്തേ നിങ്ങൾ ആദ്യം എന്നോട് സലാം പറയാതെ, ഫമ മനഅക അൻ തുസല്ലിമ അലയ്യ സുമ്മ തസ്അലു അനിൽ ഹദീസ്, ആദ്യം സലാം പറഞ്ഞിട്ടല്ലേ ഹദീസ് ചോദിക്കേണ്ട, എന്തേ അതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞ കാര്യം എന്താ? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഖശീതു അൻ തമൂത ഖബ്ല അൻ അസ്മഅൽ ഹദീസ മിൻക, ഞാനത് ആദ്യം തന്നെ ഹദീസ് ചോദിക്കാൻ കാരണം ഞാൻ പേടിച്ചു, ആ ഹദീസും അതിനെക്കുറിച്ചുള്ള ആ ഹദീസിനെ കുറിച്ചുള്ള വിവരം നിങ്ങളിൽ നിന്ന് കേൾക്കുന്നതിൻ്റെ മുൻപ് ഞാൻ മരണപ്പെടുമെന്ന് ഞാൻ പേടിച്ചു, അതുകൊണ്ടാണ് ഞാൻ വന്ന് തിരക്ക് കൂട്ടി ഹദീസ് ചോദിച്ചത്. നോക്കൂ നിങ്ങൾ, ഹദീസിനോടുള്ള ദീനിനോടുള്ള അവരുടെ ഹുബ്ബ് നോക്കൂ നിങ്ങൾ, എത്രമാത്രം വലുതാണ്. അങ്ങനെയായിരുന്നു അവർ ദീന് പഠിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പരിശ്രമം ഉണ്ടാവണം ദീന് പഠിക്കാൻ, ക്ലാസ് കേൾക്കാൻ, കൃത്യമായ പ്ലാൻ ഉണ്ടാക്കണം. പ്രത്യേകിച്ച് റമദാനിൻ്റെ മുന്നിലും റമദാനിലുമൊക്കെ നല്ല പ്ലാനോടുകൂടെ റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. അതേപോലെ തന്നെ പഠിക്കുന്നത് ശരിയായ സ്രോതസ്സിൽ നിന്നാണ് എന്ന് ഉറപ്പുവരുത്തണം. അത് ഉറപ്പുവരുത്തണം. വിജ്ഞാനങ്ങൾ ഒരുപാടുണ്ട് ദുനിയാവിൽ. പല ആളുകൾ നമുക്ക് ക്ലാസ് എടുത്തു തരാനുണ്ട്. പക്ഷെ പറയുന്ന ആളുകൾ പറയുന്നത് അത് സത്യസന്ധമാണ്, പ്രമാണങ്ങളിൽ ഉള്ളതാണ് എന്ന് ഉറപ്പുവരുത്താൻ പറ്റണം. എന്തിനത് പറയുന്നത്? നോക്കൂ നിങ്ങൾ, എത്രയെത്ര ആളുകളാണ് അവരുടെ പ്രസംഗങ്ങളിലൂടെ അവരുടെ സംസാരങ്ങളിലൂടെ ദീനിനെ തെറ്റായി പ്രചരിപ്പിക്കുകയാണ് അല്ലേ? ഓരോ ദിവസങ്ങളിലും വരുന്ന പല ആളുകളുടെയും പ്രഭാഷണങ്ങളിലുള്ള മതവിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത് അത് ശരിയായ സ്രോതസ്സിൽ നിന്നാണ്, പ്രമാണമാണ്, ദീനിനോട് കൂറുള്ള ആളുകളാണ് പറയുന്നത് എന്ന് ഉറപ്പുവരുത്താൻ പറ്റണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ പഠിക്കുന്നത് ശരിയായ സ്രോതസ്സിൽ നിന്നാണ് എന്ന് ഉറപ്പുവരുത്തണം. മഹാനായ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നിങ്ങൾ നേടുന്ന ഈ അറിവ് അത് നിങ്ങളുടെ മതമാണ്, അത് നിങ്ങളുടെ ദീനാണ്. അതുകൊണ്ട് തന്നെ അത് ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത് എന്ന് സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യണം? പരിശോധിക്കണം. ഇപ്പം നിങ്ങൾ എൻ്റെ ക്ലാസ് കേൾക്കുന്നുണ്ട്, നിങ്ങൾ അന്വേഷിക്കണം, ഞാൻ എന്തേ പറയണത്? ദീനിനോട് സ്നേഹമുള്ള ആളാണോ? ആരുടേതായാലും അയാൾ ദീന് പറയുന്ന ആളാണോ? ദീനിനോട് പ്രതിബദ്ധതയുള്ളവരാണോ? അവരാരുടെ കൂടെയാണ് പ്രവർത്തിക്കുന്നത്? എന്താണ് അവരുടെ പ്രവർത്തന മേഖല? എന്താണ്? കാരണം ഇത് ദീനാണ്. ആളുകളെ വഞ്ചിക്കുന്ന, ആളുകളെ ചതിക്കുന്ന, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരലോകത്തെ വിജയം എന്തിനടിസ്ഥാനപ്പെടുത്തിയ? നമ്മൾ സ്വീകരിക്കുന്ന ഇൽമുകളെ, അറിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് തന്നെ ആ അറിവ് നമ്മൾ സ്വീകരിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ ഇഖ്ലാസോടുകൂടെ പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും മനസ്സ് കാണിക്കണം. ആരോടും തർക്കിക്കാനോ വിജയിക്കാനോ വാശി കാണിക്കാനോ ആരും ദീന് പഠിക്കരുത് അല്ലേ? പ്രഭാഷകനാകാൻ, എഴുത്തുകാരനാകാൻ, എൻ്റെ അറിവ് പ്രകടിപ്പിക്കാൻ, അതിനല്ല ദീന് പഠിക്കേണ്ടത്. പരലോകത്ത് നമുക്ക് ഉപകാരം ഉണ്ടാകണം, പരലോകത്ത് നമുക്ക് ഉപകാരം ഉണ്ടാകണം, പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണം. ഈ അറിവ് മറ്റുള്ള ആളുകൾക്ക് ഏറ്റവും മാന്യമായി പറഞ്ഞുകൊടുത്ത് അവർ ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലം കൂടെ സ്വന്തമാക്കി പരലോകത്ത് നമുക്ക് വിജയിക്കണം. അതല്ലാതെ ഞാൻ നല്ല പ്രസംഗിക്കുന്ന ആളാണ്, ഞാൻ നല്ല ക്ലാസ് എടുക്കുന്ന ആളാണ്, ഞാൻ കുഴപ്പമില്ല, അതിനുവേണ്ടിയാകരുത് നമ്മുടെ സംസാരങ്ങൾ, അതിനുവേണ്ടിയാകരുത് നമ്മുടെ പഠനങ്ങൾ. അത് പറയുന്നവരും കേൾക്കുന്നവരുമൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക തിരുമേനിയെ ഇത്തിബാ ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറണം. പ്രത്യേകിച്ച് അറിവിൻ്റെ മേഖലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്ത പ്രവാചക തിരുമേനിയുടെ ദുആ എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അമലിൻ ലാ യുർഫഅ, പടച്ചോനെ നിന്നിലേക്ക് ഉയർത്തപ്പെടാത്ത കർമ്മങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ്. അറിവ് തേടുക എന്നുള്ളത് ഒരു ഇബാദത്താണ്, ഒരു കർമ്മമാണ്. ഈ ഇബാദത്ത് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടണം, അള്ളാഹു സ്വീകരിക്കണം. അതിനെന്ത് വേണം? ആത്മാർത്ഥത ഉണ്ടാകണം, പ്രവാചക തിരുമേനി പഠിപ്പിച്ചതുപോലെയാകണം. അതേപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. ഹസൻ റളിയല്ലാഹു പറയുന്നുണ്ട്, അറിവ് തേടുന്നവർ അതിൻ്റെ ഫലം തൻ്റെ നാവിലും കൈകളിലും നോട്ടത്തിലും ഭയഭക്തിയിലും നമസ്കാരത്തിലും പരലോക വിജയത്തോടുള്ള തൻ്റെ അമിതമായ താല്പര്യത്തിലുമെല്ലാം അത് പ്രതിഫലിച്ച് കാണാൻ ഒട്ടും വൈകിപ്പിക്കുകയില്ല എന്നാണ്. അഥവാ നമ്മൾ നേടുന്ന അറിവ് എന്താ? ദീനാണ്. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യണം? അത് ജീവിതത്തിൽ ഉണ്ടാകണം. ഖുർആൻ ഓതുന്ന, ഹദീസുകൾ പഠിക്കുന്ന അങ്ങനെയുള്ള ആളുകളായിട്ട് മാറാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ
ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു പ്രത്യേകമായൊരു അറിവ് നേടുന്നതിൻ്റെ മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഒരു റമദാനിനെയാണ് സ്വീകരിക്കാൻ പോകുന്നത്. മാസങ്ങളിലെ 11 മാസങ്ങൾ, ആ 12 മാസങ്ങളിലെ ഒരു മാസം റമദാൻ മാസം, അതിനൊരുപാട് പ്രത്യേകത ഉണ്ട്, അതിനൊരുപാട് ശ്രേഷ്ഠതയുണ്ട്, ആ മാസത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ആ മാസത്തിൻ്റെ മഹത്വമാണ്, ആ മാസത്തിൻ്റെ പ്രത്യേകതകളാണ്. മഹാനായ അബി ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് വായിക്കാൻ പറ്റും. അദ്ദേഹം പറയാണ്, നബി ഉമാമ قال بعث رسول الله صلى الله عليه وسلم بعثا فخرجت فيهم فقلت يا رسول الله ادعو الله ان يرزقني الشهاده. ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യത്തെ നിയോഗിക്കുകയാണ്, ഒരു യുദ്ധത്തിനോ അല്ലെങ്കിൽ ആളുകളെ താക്കീത് നൽകാൻ ഒരു സൈന്യത്തെ നിയോഗിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നബിയോട് ചെന്ന് ചോദിച്ചു, നബിയെ, ഞാൻ ഈ സൈന്യത്തിൻ്റെ കൂടെ പോവുകയാണല്ലോ, അപ്പോൾ നിങ്ങൾ ഞാൻ ഷഹീദാകാൻ വേണ്ടി ദുആ ചെയ്യണം. ഉദുല്ലാഹ അയ്യറുസുഖനി അഷ്ഹദ, ഷഹാദത്ത് കൊണ്ട് ഷഹീദാകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. അപ്പം നബി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, പടച്ചോനെ ഈ അബൂ ഉമാമയെ നീ രക്ഷപ്പെടുത്തണം, അദ്ദേഹത്തെ ഗനീമത്ത് സ്വത്ത് കൊണ്ട് നീ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. ഷഹാദത്തിന് ദുആ ചെയ്തില്ല, ഷഹീദാകാൻ ദുആ ചെയ്തില്ല. ഫസലിംന വഗനിംന, അദ്ദേഹം പറയാം, ഞങ്ങളങ്ങനെ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിച്ചു, ഞങ്ങൾക്ക് സുരക്ഷിതരായി, ഞങ്ങൾക്ക് ഗനീമത്ത് സ്വത്ത് ധാരാളം ലഭിച്ചു. ثم بعث جيشا آخر, പിന്നെ വേറൊരു യുദ്ധത്തിൻ്റെ സമയം ഒരു സൈന്യത്തെ നിയോഗിക്കുകയാണ്. അപ്പം ഞാനതിലുണ്ട്. അപ്പോഴും ഞാൻ നബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യർസുഖനി അഷ്ഹദ, നബിയെ ഷഹാദത്തിന് വേണ്ടി ഷഹീദാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അപ്പോഴും നബി പറഞ്ഞു, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, പടച്ചോനെ ഇദ്ദേഹത്തെ നീ രക്ഷപ്പെടുത്തണം, ഗനീമത്ത് സ്വത്ത് കൊണ്ട് അനുഗ്രഹിക്കണം. അതേപോലെ സംഭവിച്ചു. മൂന്നാമത്തെ തവണയും ഇതേപോലെ നടന്നു. 3 തവണ എന്ത് ചെയ്തു? അദ്ദേഹം രക്ഷപ്പെടുത്തു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ 3 തവണ നിങ്ങളോട് അൻതദുഊലി ബിശ്ശഹാദ, ഷഹാദത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പം നിങ്ങൾ ചെയ്തത് അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും ഫസലിംന വഗനിംന, നബിയെ നിങ്ങളപ്പം എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു, ഗനീമത്ത് സ്വത്തിന് വേണ്ടി ദുആ ചെയ്തു. അപ്പം അതുകൊണ്ട് ഞാൻ ഗനീമത്ത് സ്വത്തൊക്കെ കിട്ടി, രക്ഷപ്പെട്ടു, എനിക്ക് ഷഹാദത്ത് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു അമല് നിങ്ങൾ പറഞ്ഞു തരണം. ഞാൻ ഷഹീദാകാൻ ആഗ്രഹിച്ചെന്തിനാ? സ്വർഗത്ത് കടക്കാനാ, സ്വർഗം ലഭിക്കാനാണ്. അതുകൊണ്ട് നബിയെ ഫഅമുർനി ബിഅമലിൻ, സ്വർഗം നേടിയെടുക്കാൻ പറ്റുന്നൊരു ഒരു അമല് നിങ്ങൾ പറഞ്ഞു തരണം. അപ്പം നബി പറഞ്ഞു, അലൈക ബിസ്സൗം, അലൈക ബിസ്സൗം, നീ നോമ്പ് നോൽക്കണം, നീ നോമ്പ് നോൽക്കണം. ഫഇന്നഹു ലമിത്ല ലഹു, തീർച്ചയായും ആ നോമ്പ് അതുപോലെ മറ്റൊന്നില്ല എന്നാ, അതിന് തുല്യമായി വേറെ ഒന്നില്ല എന്നാ. നോക്കൂ, നിങ്ങളൊരു മനുഷ്യൻ, ഒരു സ്വഹാബി നബിയോട് പോയി ചോദിക്കുക, നബി നിങ്ങൾ എന്നെ ഷഹീദാകാൻ വേണ്ടി ദുആ ചെയ്യണം. ഷഹീദിൻ്റെ ദറജ എത്രയാണ്? ഷഹീദിൻ്റെ സ്ഥാനം എത്രയാണ് ഇസ്ലാമിൽ? അവർക്ക് സ്വർഗമാണ്, ഏറെ മഹത്വമുള്ള ആളുകളാണ്. അവരെ നമ്മൾ എന്ത് ചെയ്യില്ല, കഫൻ ചെയ്യും പോലില്ല. അതേപോലെ തന്നെ അവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ കഫൻ ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ ആ രക്തത്തുള്ളികളുമായി കൊണ്ടാണ് അവർ നാളെ പരലോകത്ത്, ശരീരത്തിലെ രക്തത്തുള്ളികളുമായി കൊണ്ട് പരലോകത്ത് അവർ ഹാജരാകുക. അത്രമാത്രം മഹത്വമുണ്ട് അവർക്ക്. അങ്ങനെയുള്ള ആളുകൾ, ആ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ദുആ ചെയ്യാൻ പറഞ്ഞ സ്വഹാബിയോട് നബി പറയാം, നീ നോമ്പ് വിൽക്കണം, അതാണ് ഏറ്റവും നല്ലത്. അപ്പം നോമ്പിൻ്റെ മഹത്വം എത്രയാണ്? അപ്പം നോമ്പിൻ്റെ സ്ഥാനം എത്രയാണ്? ഈ ഹദീസ് മതി നോമ്പിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. ഹഫ്സ റളി ഉമർലാൻ്റെ മകളായ ഹഫ്സ റളിയല്ലാഹു അൻഹ, മഹാനായ പിന്നെ മദ്ഊൻ, ഉസ്മാൻ ബിൻ മദ്ഊൻ, അങ്ങനെയുള്ള സ്വഹാബികളുടെ സഹോദരിയാണ് ഹഫ്സ റളിയൻ്റെ ഉമ്മ. മനസ്സിലായില്ലേ? ഖുദാമ ഉസ്മാൻ ബിൻ മദ്ഊൻ, ഖുദാമയും ഉസ്മാനും ഒക്കെ അവരുടെ പിന്നെ അമ്മാവന്മാരാണ്, ഹഫ്സ റളിയൻ്റെ അമ്മാവന്മാരാണ്. അങ്ങനെ എന്ത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ത്വല്ലഖ ഹഫ്സ ബിൻത ഉമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ത്വലാഖ് ചെല്ലുന്ന ഒരു പ്രശ്നം ഉണ്ടായി. ആ വാർത്ത എല്ലാവരും അറിഞ്ഞു, എല്ലാവരും ദുഃഖത്തിലാണ്, സങ്കടത്തിലാണ്. ഫബക്കത്ത്, അവരൊക്കെ കരയാൻ തുടങ്ങി. മനസ്സിലായില്ല? അവരൊക്കെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇടയിലേക്ക് വരുന്നത്. നബി അവരുടെ ഇടയിലേക്ക് ഇങ്ങനെ ചിരിച്ചാണ്ട് വരികയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, വല്ലാഹി മാ ത്വല്ലഖനി അൻ ശിബഇൻ വജാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് അവരുടെ ഇടയിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഖാല ലി ജിബ്രീൽ, ജിബ്രീൽ എന്നോട് പറഞ്ഞു, റാജി ഹഫ്സ, ഹഫ്സയെ നിങ്ങൾ മടക്കിയെടുക്കണം, നിങ്ങൾ തൊലാക്കിയെല്ലാം പറ്റൂല. ഹഫ്സയെ നിങ്ങൾ മടക്കിയെടുക്കണം, അവരെ തൊലാക്കിയെല്ലാം പറ്റൂല. കാരണം എന്താ? ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ, അവർ നോമ്പ് നോൽക്കുന്ന ആളാണ്. ഫഇന്നഹാ സവ്വാമ, അവർ നോമ്പ് നോൽക്കുന്ന ആളാണ്. വഖവ്വാമ, അവർ രാത്രിയൊക്കെ എന്ത് ചെയ്യുന്ന ആളാണ്? നിസ്കരിക്കുന്ന ആളാണ്. വഇന്നഹാ സൗജതുക ഫിൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ ഭാര്യയാണ്, സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ ഭാര്യയാണ്. സുബ്ഹാനല്ലാഹ്. എന്താ ഇപ്പം നോമ്പിൻ്റെ മഹത്വം എന്താ? അതൊരു വലിയ വലിയ ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ ഇടയിലുണ്ടായ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു കാലം അവരിൽ നിന്നൊക്കെ വിട്ടുനിന്ന് വളരെ വിശാലമായൊരു ചരിത്രമാണ്. നബിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക? അതൊക്കെ നമുക്ക് വിശദീകരിക്കാം. ഇവിടെ ഞാൻ ഈ ചരിത്രം കൊണ്ടുവന്ന എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വലാഖ് ചൊല്ലിയ ഒരു ഭാര്യയെ തിരിച്ചെടുക്കാൻ വേണ്ടി പറയാണ്. എന്താണ് കാരണം? എന്താ? ഫഇന്നഹാ സവ്വാമ, അവർ നോമ്പ് നോൽക്കുന്ന ആളാണ്. അത് നോമ്പിൻ്റെ മഹത്വമാണ്, നോമ്പിൻ്റെ പ്രാധാന്യമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നോമ്പിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നില്ലേ, അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? ജനങ്ങളിൽ ഏറ്റവും ഖൈറിലുള്ള ആളാരാണ്? അവൻ നബി പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആയുസ് നീട്ടിക്കിട്ടി, അതോടൊപ്പം തന്നെ ആ നീട്ടിക്കിട്ടിയ സമയത്ത് കർമ്മങ്ങൾ നന്നാക്കി അമല് ചെയ്ത ആള്, അമലുകൾ നന്നാക്കിയ ആള്, അവരാണ് നല്ല ആൾക്കാരെന്നാ. നോക്കൂ നിങ്ങൾ, എത്ര റമദാനിൽ നമ്മളൊക്കെ ജീവിച്ചു. അള്ളാഹു തൗഫീഖ് നൽകിയാൽ ഈ റമദാൻ നമ്മൾ സ്വീകരിക്കും. അപ്പം അത് മനുഷ്യരിൽ നല്ല ആളുകളുടെ അടയാളാണ് എന്ത്? ആയുസ് നീട്ടിക്കിട്ടുക എന്നുള്ളത്. നീട്ടിക്കിട്ടിയാൽ പോരാ, ആ നീട്ടിക്കിട്ടുന്ന ആയുസിൽ എന്ത് വേണം? നന്മകൾ ഉണ്ടാവണം. അപ്പോൾ റമദാനിനെ കൂടെ സ്വീകരിക്കുക എന്നുള്ളൊരു ഭാഗ്യമാണ്, ഒരു തൗഫീഖാണ്. ആ തൗഫീഖ് ഉണ്ടാകുന്ന എപ്പോഴാ? അതിലെ നന്മകളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന റമദാനിൽ അള്ളാഹു നമുക്ക് ജീവിക്കാൻ അവസരം നൽകിയാൽ എന്ത് ചെയ്യണം? നന്മകൾ കൊണ്ട് സമ്പന്നമാകണം ഈ റമദാൻ, നന്മകൾ നിറഞ്ഞതാകണം ഈ റമദാൻ. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്ര ആൾക്കാരുണ്ട് അല്ലേ? ഈ റമദാനിനെ സ്വീകരിക്കണം എന്ന് വിചാരിച്ചവരാണ്, ഈ റമദാനിൽ നോമ്പ് നോൽക്കണമെന്ന് ചിന്തിച്ചവരാണ്, ഈ റമദാനിൽ കുറേ നന്മകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ് അല്ലേ? റമദാനിൽ ഉംറക്ക് പോകണമെന്ന് ചിന്തിച്ച മനുഷ്യന്മാരുണ്ട്. എങ്ങനെയുള്ള ആൾക്കാരുണ്ട്? പക്ഷേ പലരും എവിടെയാണ്? അവർ ഖബറിലാണ്, അവർ ഭൂമിയുടെ അടിയിലാണ്. അവരെ നമ്മൾ ഖബറിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചു, നമ്മൾ മീസാൻ കല്ല് വെച്ചു, അവരുടെ ഖബറിൽ കല്ല് വെച്ചു, മണ്ണ് വാരിയിട്ടു. എന്നിട്ട് നമ്മൾ തസ്ബീത്ത് ചോദിച്ചു തിരിച്ചു പോന്നു. നമ്മൾ എന്താ? അവർ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്തേ അവർ മരിക്കാനുള്ള കാരണം എന്തേ? നമ്മൾ ജീവിക്കാനുള്ള കാരണം എന്താ? അവരുടെ അജലെത്തി, പടച്ചവൻ അവരെ തിരിച്ചു വിളിച്ചു. നമ്മുടെ അജലെപ്പോഴാ? നമുക്കറിയില്ല അല്ലേ? ഇനിയും റമദാന് ദിവസങ്ങളുണ്ട്. ഈ റമദാൻ നമ്മൾ സ്വീകരിക്കുന്ന എന്തുറപ്പുള്ളത്? വരാൻ പോകുന്ന റമദാനിനെ സ്വീകരിക്കും, അതിൽ നോമ്പ് നോൽക്കും, അതിൽ രാത്രി നമസ്കരിക്കും, ലൈലത്തുൽ ഖദറിനെ കാത്തിരിക്കും എന്നൊക്കെ പറയാൻ എന്തുറപ്പാ നമുക്കുള്ളത്? അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, ഒരു റമദാനിനെ കിട്ടിയാൽ, ഒരു റമദാനിൽ ജീവിക്കാൻ അവസരം ലഭിച്ചാൽ നന്മകൾ കൊണ്ട് എന്ത് ചെയ്യണം? റമദാനിനെ ധന്യമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സമയങ്ങളെ നഷ്ടപ്പെടുത്താതെ ആരാധനകൾ കൊണ്ട് എന്ത് ചെയ്യണം? റമദാനിനെ ധന്യമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തൂബാ ലിമൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. തൂബ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് മംഗളാശംസകൾ എന്നാണ്. മംഗളാശംസകൾ ആർക്കാ? ആയുസ് നീട്ടിയ കിട്ടിയ ആൾക്കാർക്ക്. തീർന്നില്ല, വഹസുന അമലുഹു, നീട്ടിക്കിട്ടിയ ആയുസിൽ എന്ത് ചെയ്യണം? നന്മകൾ വർദ്ധിപ്പിക്കുക, നന്മകൾ ചെയ്യുക, ആയുസിനെ ധന്യമാക്കുക. മഹാനായ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തൂബ എന്ന് പറഞ്ഞാൽ ഷജറത്തുൻ ഫിൽ ജന്ന. തൂബ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലൊരു മരമാണ്. സ്വർഗത്തിലൊരു മരം ഉണ്ട് അവർക്ക്. മസീറത്തു മിഅത ആമിൻ, അതിൻ്റെ തണല് 100 വർഷത്തെ വഴി ദൂരം ഉണ്ടാകുന്നതാണ്. അതിൽ നിന്ന് സിയാബു അഹ്ലിൽ ജന്ന തഖ്റുജു മിൻ അക്മാമിഹ, അതിൻ്റെ ചില്ലകളിൽ നിന്നാണ് സ്വർഗത്തിലെ ആൾക്കാരുടെ വസ്ത്രങ്ങൾ എന്ത് ചെയ്യുന്നത്? അതിലെ ചില്ലകളിൽ നിന്നാണ് എടുക്കുന്നത് എന്ന് മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിവായത്ത് എന്ന ഹദീസിൽ കാണാൻ പറ്റും. ഇമാം സുയൂത്തിയാണ് ഇത് രേഖപ്പെടുത്തിയത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആയുസ് നീട്ടിക്കിട്ടുക, അതിൽ നന്മകൾ ചെയ്യുക. അപ്പം എന്ത് ചെയ്യണം? റബ്ബിനോട് നമ്മൾ ഇപ്പം തന്നെ ദുആ ചെയ്യണം. പടച്ചോനെ, റമദാനിനെ സ്വീകരിക്കാൻ, റമദാനിലെ നന്മകൾ ചെയ്യാനുള്ള തൗഫീക്കിന് വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതാണ് നമ്മൾ ആദ്യം റമദാനിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. പാത്രം കഴുകലും പിന്നെ റൂം വൃത്തിയാക്കലും ഡ്രസ്സൊക്കെ അടുക്കി വെക്കലും മാത്രമല്ല റമദാൻ. അതൊക്കെ ചെയ്തോളൂ, അതൊക്കെ നല്ല കാര്യമാണ്. അതിൻ്റെയൊക്കെ അപ്പുറം എന്ത് വേണം? റമദാനിനെ ദീനിയായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ആത്മാർത്ഥമായിട്ട് ആലോചിക്കണം. മനസ്സിലായില്ലേ? റമദാനിനെ ദീനിയായിട്ട് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തും, എന്തൊക്കെ നന്മകളുണ്ട് റമദാനിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതാക്കും ഷഹ്റു റമദാൻ ഷഹ്റുൻ മുബാറകുൻ
ഫറദല്ലാഹു അലൈക്കും സിയാമഹു. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീത്താണ്. ഇതാ നിങ്ങളിലേക്ക് ഒരു അനുഗ്രഹീതമായ മാസം വരികയാണ്. അനുഗ്രഹീതമായ മാസം. ആ മാസത്തിന്റെ പ്രത്യേകത എന്താ? ഫറദല്ലാഹു അലൈക്കും സിയാമഹു. അല്ലാഹു ആ മാസത്തിൽ നിങ്ങളുടെ മേൽ എന്ത് ചെയ്തിട്ടുണ്ട്? നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ റമദാനിനെ സ്വീകരിക്കാൻ പോകുമ്പോൾ ആദ്യത്തെ അജണ്ട എന്താ? റമദാനിലെ 30 നോമ്പ് നോൽക്കണം. 30 നോമ്പ് നോൽക്കണം. അതിലൊരു വീഴ്ചയും വരുത്താൻ പാടില്ല. അള്ളാഹു നിർബന്ധമാക്കിയ നോമ്പ് നിർബന്ധമാക്കിയ മാസമാണ്. അതിന്റെ വിധികളൊക്കെ നമ്മൾ പറയാം. അപ്പൊ റമദാനിൽ ഒന്നാമത്തെ മഹത്ത് അത് അനുഗ്രഹീതമായ മാസമാണ്. അതാകുൻ ഷഹ്റുൻ റമദാനു അതാകുൻ ഷഹ്റു റമദാൻ ഷഹ്റുൻ മുബാറക്. അനുഗ്രഹീതമായ മാസമാണ്. അതിൽ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ ഒന്നെന്താ? അനുഗ്രഹീതമായ ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാണ്. ആ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നോമ്പ് നോൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസിലത് സുഹഫ് ഇബ്രാഹീമ അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ. ഇബ്രാഹിം നബിക്ക് വേദം കിട്ടിയത് അപ്പോഴാണ്, റമദാനിലാണ്. വ ഉൻസിലത്തി തൗറാത്തു ലിസിത്ത മദീന മിൻ റമദാൻ. റമദാൻ 6-നാണ് മഹാനായ മൂസാ നബിക്ക് തൗറാത്ത് ലഭിക്കുന്നത്. ഇഞ്ചീല് പിന്നെ 13-നാണ്, റമദാൻ 13-നാണ്. അതേപോലെ തന്നെ സബൂറും റമദാനിലാണ്. വിശുദ്ധ ഖുർആനും അവതീർണമായത് റമദാനിലാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാ വേദഗ്രന്ഥങ്ങളും അവതരിപ്പിക്കാൻ വേണ്ടി റബ്ബ് തെരഞ്ഞെടുത്ത മാസം ഏതാ? റമദാൻ മാസമാണ്. അതാ മാസത്തിന്റെ പ്രത്യേകതയാണ്. അതാ മാസത്തിന്റെ മഹത്വമാണ്. എല്ലാ വേദങ്ങളും ഖുർആൻ അടക്കമുള്ള വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി റബ്ബ് തെരഞ്ഞെടുത്തത് ഏത് മാസ? റമദാൻ മാസം. അതിന്റെ മഹത്വമാണ്. ഇനി റമദാനിലെ സംഭവങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ. ബദർ യുദ്ധം ഉണ്ടായതെന്ന റമദാനിലാണ്. യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും അള്ളാഹു വേർതിരിച്ചത് ഏത് മാസത്തിലാണ്? റമദാൻ മാസത്തിലാണ്. അല്ലെ? ബദർ യുദ്ധം ഉണ്ടായത് റമദാൻ മാസത്തിലാണ്. റമദാൻ 17-നാണ്. മക്ക വിജയിച്ചത് എപ്പോഴാ? ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അതിലെ ഏറ്റവും സുന്ദരമായ ഒരു ഭാഗമാണ് മക്ക വിജയം, ഫതഹു മക്ക എന്ന് പേരിൽ അറിയപ്പെടുന്നത്. അന്ന് റമദാനിലാണ്. അത് റമദാനിലുണ്ടായത്. ഉഹുദ് യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തെ തയ്യാറാക്കിയത് റമദാനിലാണ്. ഉഹുദ് യുദ്ധത്തിന് വേണ്ടിയിട്ട്. ഖന്തഖ് യുദ്ധത്തിന് സൈന്യത്തെ തയ്യാറാക്കിയത് റമദാനിലാണ്. സഖൈഫ് ഗോത്രം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചത് റമദാനിലാണ്. ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി ആ യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയത് അത് റമദാൻ മാസത്തിലാണ്. മുസ്ലിങ്ങൾക്ക് ഒട്ടനവധി അനുഗ്രഹങ്ങൾ ലഭിച്ച മാസമാണ് ഏത് മാസം? റമദാൻ മാസം. അത് റമദാൻ മാസത്തിന്റെ മഹത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ പറഞ്ഞത്, വയുനാദി മുനാദിൻ കുല്ല ലൈലത്തിൻ. എല്ലാ രാത്രികളിലും വിളിച്ചു പറയുന്ന ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയുമെന്നാണ്. യാ ബാഇയൽ ഖൈർ, നന്മ കൊതിക്കുന്ന മനുഷ്യ, ഹലും, നന്മയിൽ മുന്നേറിക്കോ. യാ ബാഗിയ ശർ, യാ ബാഗിയ ശർ, തിന്മ പ്രവർത്തിക്കുന്ന മനുഷ്യ, അഖ്സിർ, തിന്മകൾ കുറക്കൂ. പ്രിയപ്പെട്ടവരെ, പ്രവാചക തിരുമേനി പഠിപ്പിച്ച ഈ വാചകം നമ്മൾ പഠിച്ചു വെച്ചോളി. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ട്, പാപങ്ങളുണ്ട്, അല്ലെ, അരുതായ്മകളുണ്ട്. ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒറ്റക്കും കൂട്ടായും ഒക്കെ പല തെറ്റുകളും ജീവിതത്തിൽ വന്നു പോകുന്നവരാണ്. അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ആ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ, നന്മകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് ലഭിക്കുന്ന ഒരു സുവർണ അവസരമാണ് വിശുദ്ധ റമദാൻ. അതിനെന്ത് ചെയ്യണം? ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ സംസാരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ തുടർന്ന് പറയാം. കുറേ സമയം ക്ലാസ് എടുക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കും അടുക്കും. നമ്മളൊരു സദസ്സിലിരുന്നല്ല സംസാരിക്കുന്നത്, ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളായിട്ട് നമുക്ക് ഇങ്ങനെ പഠിച്ചു പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ് നിങ്ങളെ മനസ്സിലുണ്ടാക്കണം. നമ്മൾ പഠിക്കുന്ന സമയത്ത്, പഠിതാവാകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആമുഖമായി ഞാൻ ഓർമ്മയിൽപ്പെടുത്തിയത്. നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന റമദാനിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അറിഞ്ഞ് റമദാൻ നമ്മൾ സ്വീകരിക്കുക. റമദാൻ എങ്ങനെയായിരിക്കണം എന്നൊരു കൃത്യമായ പ്ലാൻ നമുക്ക് ഉണ്ടാകണം. റമദാനിലെ 1 മുതൽ 30 വരെ റബ്ബ് തൗഫീക്ക് നൽകിയാൽ റമദാൻ 30 ഉണ്ട് എങ്കിൽ 30 വരെയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കണം, അതിൽ ഓരോ ദിവസത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, കൃത്യമായ പ്ലാൻ ഉണ്ടാകണം. റമദാനിലെ എല്ലാ നന്മകൾക്കും പ്രതിഫലമുണ്ട്. അതുകൊണ്ട് തന്നെ റമദാനിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ നന്മകളും ചെയ്യാൻ തീരുമാനിക്കുക. ഖുർആൻ ഓതണം, സുദക്ക കൊടുക്കണം, സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടാകണം, പിന്നെ എന്തൊക്കെ നോമ്പ് തുറപ്പിക്കണം, വസ്ത്രം വാങ്ങിക്കൊടുക്കണം, അങ്ങനെ ഏതൊക്കെ നന്മ എല്ലാം രേഖപ്പെടുത്തി വെക്കുക. എന്നിട്ടൊക്കെ നമ്മളിങ്ങനെ റമദാൻ അവസാനിക്കുമ്പോൾ ഇതാരെയും ബോധ്യപ്പെടുത്താനല്ല, നമുക്ക് സ്വയം തോന്നണം ഇതൊക്കെ അൽഹംദുലില്ലാ ചെയ്യാൻ പറ്റി, റബ്ബെ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാകാൻ പറ്റണം. റമദാൻ ഇങ്ങനെ അവസാനിക്കുമ്പോൾ പടച്ചോനെ റമദാനിൻ്റെ 1 മുതൽ 30 വരെയുള്ള ഈ സമയത്തിനിടയിൽ ഞാൻ ഇതാ ഇന്ന 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 നന്മകളൊക്കെ ചെയ്തു നാഥ, നീ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ അതിനുള്ളൊരു അവസരങ്ങൾ ഉണ്ടാക്കണം. ഗുഹയിൽ അകപ്പെട്ടു പോയ ആൾക്കാർ
അവരാ പ്രതിസന്ധിയുടെ സന്ദർഭത്തിൽ അവർ ചെയ്ത നന്മകളെ മുന്നിൽ വെച്ചാണ് പ്രാർത്ഥിച്ചത്. മനസ്സിലായില്ല? അതുകൊണ്ട് തന്നെ 2025 റമദാൻ മാസം ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ റബ്ബിൻ്റെ മുമ്പിൽ എടുത്തു പറയാൻ പറ്റുന്ന റമദാനാക്കി മാറ്റണം. അത് ചെറിയ കാര്യമല്ല. അള്ളാഹിൻ്റെ മുമ്പിൽ എടുത്തു പറഞ്ഞ ആ റമദാനിൽ പടച്ചോനെ ഞാൻ നിന്റെ വജു ഉദ്ദേശിച്ചാണ് ആ നന്മകളൊക്കെ ചെയ്തത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു നല്ല മാസമാക്കി റമദാനിനെ മാറ്റാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കുകയും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ധാരാളം തെറ്റുകളുടെ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹോദരികൾ, നമ്മുടെ നേതാക്കന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ അടുത്ത് മരണപ്പെട്ടു പോയ ബഹുമാന്യനായ മുഹമ്മദ് മദനി റഹിമഹുല്ലാ, അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരായുസിൻ്റെ അധിക ഭാഗവും അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ച മഹാപണ്ഡിതനാണ് അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വരാൻ പോകുന്ന റമദാനിനെ സ്വീകരിക്കാനും ആ റമദാനിലെ നന്മകൾ കഴിവിൻ്റെ പരമാവധി പ്രാവർത്തികമാക്കാനും റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാനും അബദ്ധങ്ങളില്ലാതെ തെറ്റുകളില്ലാതെ അതിൻ്റെ വിധികളും വിലക്കുകളും എല്ലാം പാലിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുന്നവരാകാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ കൃത്യമായ പ്ലാനോടുകൂടെ റമദാനിനെ സ്വീകരിക്കാൻ അതിനെ പൂർത്തിയാക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.